രഞ്ജിത്ത്, അതിന് ഉപോത്ബലകമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, CPM ഇപ്പോൾ ഒരു സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ വിലക്കയറ്റത്തിനെതിരെയാണ്. ഈ വ്യാഴാഴ്ച ജില്ലാ ഏരിയ തലത്തിൽ പ്രക്ഷോഭം നടത്താനാണ് CPM-ൻ്റെയൊക്കെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നത്. നോക്കൂ, ഈ 2 ആഴ്ച വരെ ഈ സംസ്ഥാനം ഭരിച്ചിരുന്ന ആളുകളാണ് ഈ പറയുന്നത്. ഇന്ന് നോക്കൂ, ഇന്ന് UDF ഒരു ധവളപത്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 5 ലക്ഷം കോടിയിൽ പരം രൂപയുടെ കടമാണ് കേരളത്തിന്. ഈ കടം എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. എന്തെല്ലാം ധൂർത്താണ് ഇവിടെ നടന്നത്. അപ്പോൾ ഇവർ വരുത്തി വെച്ചതല്ലേ യഥാർത്ഥത്തിൽ ഇതൊക്കെ. എന്നിട്ട് ഈ വിലക്കയറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നാണമില്ലേ ജനങ്ങളോട് ഈ സമരവുമായി ഇറങ്ങാൻ? നീലിമ, ഏറ്റവും വലിയ രസകരമായ കാര്യം, പിണറായി വിജയന്റെ വീട്ടില് പിണറായി വിജയന്റെ ചെറുകുട്ടിക്ക്, അതായത് മകളുടെ മകനും അടക്കം മകൾക്കും അടക്കം പാല് കുടിക്കാൻ, ശുദ്ധമായ പാല് കുടിക്കാൻ വേണ്ടി ഒരു 5 or 6 പശു, ആ പശു തൊഴുത്തിന് വേണ്ടി 40 ലക്ഷം രൂപ. പിണറായി വിജയന് ക്ലിഫ് ഹൗസിൽ 2ാമത്തെ നിലയിൽ കയറാൻ വേണ്ടി 40 ലക്ഷം രൂപയ്ക്ക് ഒരു ലിഫ്റ്റ്, ഒരു സംവിധാനം. ഇങ്ങനെയൊക്കെ കേരളത്തിലെ ജനങ്ങളെ പരസ്യമായി വെല്ലുവിളിച്ച, കേരളത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥയെ പരസ്യം വെല്ലുവിളിച്ച വേറൊരു നേതാവ് ഉണ്ടായിട്ടില്ല. എന്താണ് പറഞ്ഞു വന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം മുറുകെ പിടിക്കുന്ന ഒരു നേതാവാണ് എന്ന് പറഞ്ഞു വന്ന പിണറായി വിജയൻ ചെയ്തതെന്താണ്? ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനികളെക്കാൾ വലിയ ധാർഷ്ട്യമല്ലേ ചെയ്തത്? ഇങ്ങനെ സ്വന്തം ക്ലിഫ് ഹൗസിൽ, സ്വന്തം വീട്ടിൽ പോലുമല്ല, ക്ലിഫ് ഹൗസിൽ, സർക്കാരിൻ്റെ ഔദ്യോഗിക വസ്തുയെ ക്ലിഫ് ഹൗസിൽ ഒരു പശു തൊഴുത്തുണ്ടാക്കാൻ 40 ലക്ഷം രൂപ, അതുണ്ടാക്കാൻ വേറെ ഏതെങ്കിലും ഒരു നേതാവ് ഇത്രയും കാലം ആ ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിണറായി വിജയനാണ് CPM-ന്റെ ഏറ്റവും വലിയ റോൾ മോഡൽ. പിണറായി വിജയൻ അപ്പുറം മറ്റൊരാളില്ല. പിണറായി വിജയൻ അല്ലാതെ ഒരാളെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. അപ്പൊ പിണറായി അല്ലാതെ ഒരാളില്ല ഇനി CPM-നെ സംബന്ധിച്ച്. CPM-ന്റെ ഏറ്റവും അവസാനത്തെ ആളാണ് പിണറായി കഴിഞ്ഞാൽ CPM ശൂന്യമാണ്, എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നതിന് സമാനമാണ് പിണറായി പറയുന്നത്. അതാണ് രഞ്ജിത്ത്, ഒരു 2ാം തലമുറയെ ഇവർ വളർത്തിയെടുത്തിട്ടേ ഇല്ല. ആകപ്പാടെ ഈ പിണറായിക്ക് ശേഷം ഉള്ളത് മരുമകൻ റിയാസാണ്. റിയാസിനെ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം മാത്രമേ പിണറായി അല്പം കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ ചെറുമകനെ പാർട്ടി നേതാവായിട്ട് പിണറായി എടുത്തിന് അതിനുള്ള സമയം ആയിട്ടില്ല. ചെറിയ കുട്ടിയാണ്, നമ്മളത് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തില്ല. ഞാൻ പറയുന്നത്, ഇത്രയ്ക്കും പൊട്ടന്മാരായിട്ടുള്ള അണികളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തുമില്ല. നമ്മൾ ഈ പറയുന്ന UP-യും ബീഹാറിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടല്ലോ. അവിടെയൊക്കെ അഭ്യസ്ത വിദ്യരല്ലാത്ത ആളുകൾ, അവരൊക്കെ ഈ പറയുന്ന നേതാക്കന്മാർ പറയുന്ന സമയത്ത് വോട്ട് ചെയ്യുന്നു, വോട്ട് കുത്തുന്നു, അതൊക്കെ നമ്മൾ പറഞ്ഞ് കളിയാക്കലുണ്ട്. പക്ഷേ അവർക്കൊക്കെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും വിവരമുണ്ട്, വിവേകമുണ്ട്, കൃത്യമായി ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. ഇപ്പോഴും അതില്ലാത്ത ഒരേ ഒരു വർഗമേ ഉള്ളത് മലയാളിയാണ്. ഈ കമ്മ്യൂണിസം എന്ന ഈ സിദ്ധാന്തത്തിന്റെ പുറകിൽ നടക്കുന്ന വർഗം. നേരത്തെ പ്രജിത്ത് പറഞ്ഞല്ലോ, CPM-ന്റെ PB എന്ന് പറഞ്ഞ ആരാ? മറ്റേ പാൻറിട്ടാൽ PB ആവുമെന്ന് പറഞ്ഞു. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, ബൃന്ദാക്കാരാട്ടും പ്രകാശ് കാരാട്ടും കൂടെ വീട്ടിലിരുന്നാൽ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞ്. ഇത് പിണറായി വിജയൻ അപ്പുറം വേറെ ഒരു PB ഇല്ല. കാരണം എന്താണ്? ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതുവരെ പിണറായി വിജയനാണ് PB ആണ് PB. ഓക്കെ, ഞാൻ പറയാം ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഇതുവരെ ഭരണമുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. എന്തെങ്കിലും സംതിങ് കിട്ടാൻ സാധ്യതയുള്ള സംസ്ഥാനവും കേരളമാണ്. ഇവിടുന്നുള്ള വരുമാനത്തിലാണ് അവിടെ ഈ കേന്ദ്ര കമ്മിറ്റിയും ഈ കേന്ദ്ര ഓഫീസും ഒക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഈ പിണറായി വിജയനെ വിമർശിക്കുന്നു എന്നൊക്കെ മാധ്യമ വാർത്ത വന്നെങ്കിൽ പോലും ആ ഓഫീസിനുള്ളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പിണറായിക്കെതിരെ ഒരു വാക്ക് ആരെങ്കിലും വരുത്തുന്നു. രാമേന്ദ്രൻ പിള്ളയായാലും ഈ പറഞ്ഞ MA ബേബി CPI എന്തായാലും ചെറിയൊരു ആ വല്യേട്ടൻ മനോഭാവം അത്രയ്ക്ക് അങ്ങ് വച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നിട്ടുണ്ട്. ഈ അവസ്ഥ എന്ന് പറയുന്നത് പ്രതിപക്ഷ ഞാൻ പറഞ്ഞില്ലേ, മാധ്യമ വാർത്തകളാണ്. ഈ LDF-ന്റെ യോഗത്തിൽ പോയിട്ട് പിണറായി വിജയനെതിരെയോ അല്ലെ പിണറായി വിജയന്റെ മുന്നിൽ വെച്ചിട്ട് ബിനോയ് വിശ്വം അന്തസ്സായിട്ട് എന്തെങ്കിലും കാര്യം പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ദയനീയമായിട്ടുള്ള നേരത്തെ നമുക്കറിയാം, മരിച്ചുപോയ CPI-യുടെ പഴയ വെളിയം ഭാർഗവന് ശേഷം അന്തസ്സായിട്ട് CPI-യുടെ
ഒരു നിലപാട് ഉയർത്തിപ്പെടുത്ത ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കാനത്തിനെയൊക്കെ എന്താ എന്തെല്ലാമോ കാനം എവിടെ? കാണിച്ച് കാനം ധർമ്മടത്ത് പിണറായിന്റെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയോ തുടക്കകാലത്ത് കുറച്ച് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും പിന്നീട് പക്ഷേ എന്തോ പൂർണ്ണമായും പിണറായിയുടെ വിധേയനായ വ്യക്തിയാണ് കാനം. ഈ സി പി എന്ന പാർട്ടിയെ CPM-ന്റെ പിന്നെ അടുക്കളയെ കൊണ്ട് കെട്ടിയ നേതാവിന്റെ പേരാണ് കാനം രാജേന്ദ്രൻ. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ പോലും ആ മാറ്റം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ആദ്യം കുറച്ചു കാലം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും പിന്നീട് താഴ്ന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് മാവോയിസ്റ്റ് വേട്ടയടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് അറിയോ? CPI എന്ന പാർട്ടി നശിച്ചു. ഇപ്പൊ നമ്മൾ നോക്കൂ, CPIക്ക് എത്ര MLA-മാരുണ്ട്? CPI എന്തായിരുന്നു ഒരു കാലത്ത്? CPM കഴിഞ്ഞാൽ LDF-ലെ ഏറ്റവും വലിയ പാർട്ടി, ഏറ്റവും വലിയ സംവിധാനം. ആ CPI നശിച്ച് നാമാവശേഷമായില്ലേ? ഇനി അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ LDF-ല് CPM തീരുമാനിക്കുകയാണ് CPIക്ക് 25, 30, 40 സീറ്റ് കൊടുക്കേണ്ടതില്ല. മാത്രമല്ല CPM-ന്റെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് CPI ജയിക്കുന്നത് മുഴുവൻ CPM-ന്റെ അടിത്തറയിലാണ് എന്നുള്ള ഒരു കണക്ക് നിരത്തിക്കൊണ്ടാണ് ഈ CPI-യെ എക്കാലവും ഇവർ വേട്ടയാടി. ബിനോയ് വിശ്വത്തിനെതിരെ അണികൾ തന്നെ പറയുന്നുണ്ട്. അതായത് CPM-ന് അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരു നേതാവ് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് അണികൾ തന്നെ പറയുന്നുണ്ട്. പല അതിനകത്ത് മനോജ് അറിയോ, ഇതിനകത്ത് CPIക്ക് ഒരു പ്രശ്നമുള്ളത് വെച്ചാൽ CPIക്ക് അണികൾ കുറവാണ്. CPIക്ക് ഒരു കാലത്ത് നല്ല നേതാക്കന്മാരുണ്ട്, നട്ടലുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. ഈ പിണറായി വിജയനെയും EK നായനാരെയും ഗൗരിയമ്മയും അടക്കം നിലയ്ക്ക് നിർത്താൻ കഴിയുന്നൊരു നേതൃത്വത്തിനുണ്ടായിരുന്നു. അത് നിലമയ്ക്ക് അറിയാലോ, LDF രാഷ്ട്രീയം നോക്കിയതാണ്. ഇപ്പൊ എവിടെ പോയി, നട്ടലെവിടെ പോയി എന്ന് അണികൾ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അപ്പോ അത് എന്തായാലും റൈറ്റ് സൈഡിന്റെ സമയം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. എന്തായാലും ഈ എല്ലാം അവസാനിച്ചുവെന്ന് കരുതണ്ട, തിരിച്ചു വരും എന്നാണ് പിണറായി വിജയൻ അണികളെ കൂടെ ഇങ്ങനെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്ങനെ തിരിച്ചു വരും? കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? മരുമകനിലൂടെയും ചെറുമകനിലൂടെയും തിരിച്ചു വരുന്നുള്ള ഒരു പ്രതീക്ഷയാണ് പുള്ളി പുറത്തുന്നത്. പക്ഷെ ഇത് രണ്ടും നടക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിന്റെ പൊതുസമൂഹം പിണറായി വിജയനെ വെറുത്തിരിക്കുന്നു. വെറുക്കപ്പെട്ടവനായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ അടിവരട്ട CPM അണികളും ഒരു വിഭാഗം നേതാക്കളും മനസ്സിലാക്കാത്തിടത്തോളം CPM ഒരു തരത്തിലും തിരിച്ചു വരില്ല എന്നാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്.